നമ്മൾ യൂഷ്വലി ജിമ്മിൽ പോയാൽ 1-2 മസിൽ ഗ്രൂപ്പ്സാണ് ട്രെയിൻ ചെയ്യുക. അങ്ങനെ ഒരു 4 to 5 ഡേയ്സ് കൂടുമ്പോഴാണ് നമ്മൾ ഫുൾ ബോഡി ഹിറ്റ് ചെയ്യുക. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അറ്റ് എ ടൈം 20 മിനിറ്റ്സിൽ ഫുൾ ബോഡി ട്രെയിനിങ് ചെയ്യുക, ഓരോരുത്തർ പേഴ്സണൽ റിക്വയർമെൻ്റ് അനുസരിച്ച്. സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് 20 കിലോമീറ്ററൊക്കെ പോയി ഫ്രീ ട്രയൽ കൊടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ക്ലയൻറ്റ് 500 റുപ്പീസാണ് എനിക്ക് ഫസ്റ്റ് ഒരു സെഷൻ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയി തിരിച്ച് വന്ന് ചെയ്യാൻ 500 റുപ്പീസാണ്. പെട്രോൾ കാശ് പോലും ആയിട്ടില്ല. ഇല്ല, നമുക്കൊരു ഗ്ലോബൽ ബ്രാൻഡ് ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിലേക്കുള്ള വർക്കാണ് ഞാൻ ഇപ്പോൾ ബേസിക്കലി ചെയ്യുന്നത്. 2026 എൻ്റെ ആകുമ്പോഴേക്കും 20 സ്റ്റുഡിയോസ് ചെയ്യാനാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. നമ്മളിൽ ഭൂരിഭാഗം മനുഷ്യരും വെൽത്ത് അഥവാ സമ്പത്തിന് പുറകെ പോകുന്നവരാണ്. പക്ഷെ അതിനിടയിൽ ഹെൽത്ത് അഥവാ ആരോഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് ആ വെൽത്ത് ഉണ്ടാക്കിയിട്ട് നഷ്ടപ്പെട്ട ഹെൽത്ത്, ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. 1-ാം തീയതി ആവുമ്പോൾ, പ്രത്യേകിച്ച് ജനുവരി പുതുവർഷത്തിൽ പലരും ചെയ്യുന്നൊരു ന്യൂ ഇയർ റെസൊല്യൂഷനുണ്ട്. ആരോഗ്യം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, ഹെൽത്ത് നന്നാക്കണം. ജിമ്മിൽ ചേരുന്നു, 10 ദിവസത്തിനുള്ളിൽ ചങ്കരം പിന്നെയും തെങ്ങിൽ തന്നെ. പലരും ജിമ്മിൽ കളഞ്ഞ പണമുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നു ആലോചിക്കാറുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാനും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് അതിന് പറ്റുന്നില്ല എന്ന എക്സ്ക്യൂസ് കണ്ടുപിടിച്ചിരുന്ന ഒരാളായിരുന്നു. മാറ്റങ്ങൾ നിരവധി വരുത്തേണ്ടി വന്നു കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ. അതിന് കാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവ സംരംഭകനാണ്. എന്നാൽ നമ്മുടെയൊക്കെ ആരോഗ്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വീണ്ടെടുക്കാം എന്ന് ഉറപ്പ് തരുന്നൊരു വ്യക്തിയുമാണ്. എന്നോടൊപ്പം ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് നിതിനാണ്. നിതിൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. താങ്കളെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഈഗിൾ കോച്ചിങ് പ്രോഗ്രാമിലാണ്. അന്ന് താങ്കളുടെ കർമ്മമേഖല മനസ്സിലായപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും താങ്കളെ. അപ്പോൾ പ്രാക്ടിക്കലി അപ്പുറത്തിരിക്കുമ്പോൾ പരസ്പര ബഹുമാനത്തോടുകൂടി സംസാരിക്കട്ടെ. കാരണം ഞാൻ താങ്കളുടെ ബിസിനസ് കോച്ചാണെങ്കിൽ താങ്കൾ എൻ്റെ ഹെൽത്ത് കോച്ചാണ്. സാറിനെ പോലെ ഒരു ഗ്രേറ്റ് എൻ്റർപ്രണർ കോച്ചിങ് സൈഡിൽ നിൽക്കുന്ന ഒരാൾ എൻ്റെ ക്ലയൻ്റ് ആണെന്ന് പറയുന്നത് ഐ ഫീൽ പ്രൗഡ് ബേസിക്കലി. നിതിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് തൃശ്ശൂർ, ചേലക്കര എന്ന് പറയും. പഠിച്ചതൊക്കെ എവിടെയാണ്? അവിടെ തന്നെയാണ് +2 വരെ സ്കൂളിങ്. തൃശ്ശൂർ ചേലക്കര സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, ഗവൺമെൻറ് സ്കൂളിൽ. അത് കഴിഞ്ഞ് കാരുണ്യ യൂണിവേഴ്സിറ്റി കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് ചെയ്തു. ഒരു കൊല്ലം നെഹ്റു കോളേജ് പട്ടാമ്പിയിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. മെക്കാനിക്കലാണ്. പാരൻസ് ആരെങ്കിലും ബിസിനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഗ്രാൻഡ് ഫാദർ എൻ്റെ അറിവിൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. പുൽത്തൈലം അങ്ങനെയുള്ള പല പാഡി, അവസാനം വന്ന് ഫൈനലൈസ് ചെയ്തത് പാഡി ബിസിനസ്സാണ്. കർഷകരുടെ നിന്ന് മേടിക്കുക, കമ്പനികൾക്ക് നെല്ല് കൊടുക്കുക, അതായിരുന്നു ചെയ്തിരുന്നത്. പാലക്കാട്, തൃശ്ശൂർ റീജിയനിൽ ഫാദർ അത് തന്നെയാണ് ചെയ്തിരുന്നത്. നിതിൻ അപ്പോൾ പഠനം കഴിഞ്ഞു, മെക്കാനിക്കൽ 1 വർഷം അവിടെ ലെക്ചറായിട്ട് ജോലി. അതെ, ലെക്ചറായിട്ട് പഠിപ്പിക്കാൻ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം എന്താ ചെയ്തത്? അതിന് ശേഷം എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. ജർമ്മനിയിലേക്ക്? അതങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ പോയതാണോ? ആഗ്രഹത്തോടു കൂടിയാണെന്ന് വെച്ചാൽ ആണ്. എന്നാൽ സോഷ്യൽ പ്രഷർ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നു, അപ്പോൾ എന്നാൽ എനിക്കും ചെയ്യാം, ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. ആൻഡ് ജർമ്മനി വാസ് ചീപ്പ് ഓൾസോ. സോ ജർമ്മൻ പഠിച്ചു? ജർമ്മൻ ഇവിടുന്ന് പഠിച്ചില്ല, അവിടെ പോയി പാർട്ട് ടൈം വർക്കും കാര്യങ്ങളൊക്കെ ജോലിയുടെ ഇടയിൽ ഒക്കെ ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ചെന്ന് ഈ കോഴ്സ് എന്ത് കോഴ്സായിരുന്നു? അഡ്വാൻസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സായിരുന്നു. അതെ, മെക്കാനിക്കൽ. അവിടെ ജോലി കിട്ടിയോ? ജോലി കിട്ടി. ഒരു തിരക്കേടില്ലാത്ത ജോലി കിട്ടി. നമ്മളത് ജോലി ചെയ്യുന്ന ഒരു സെറ്റിലായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു മലയാളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആ ഒരു രീതിയിൽ തന്നെയാണ്. നമ്മൾ ഈഗിൾ വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്കും എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങളുടെ ഫെസിലിറ്റി. എൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തോ റീലൊക്കെ കണ്ടിട്ടുണ്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ തുടർന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നത് നിങ്ങൾ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ കാര്യം
ഡാ തടിയ എന്നുള്ളൊരു വിളിയിലാണ്. അതെ അതെ അത് എന്താണ് ഈ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ആ സ്റ്റോറി? കുറേ നാള്, അതായത് ചെറുപ്പം മുതലേ എനിക്ക് ഒരു 7-7 ക്ലാസ്സിന് ശേഷം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ബോദറിങ് ഒരു ആസ്പെക്റ്റ് ഇല്ലല്ലോ ആ സമയത്ത്, ആ ഏജിൽ. ഇച്ചിരി വെയിറ്റ് കൂടിയാൽ ഓക്കെ, ഫാമിലി വിചാരിക്കുന്ന ഓക്കെ അവൻ ഹെൽത്തി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ഹെൽത്തി ആണല്ലോ. അതെ അതെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അപ്പം അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ വെയിറ്റ് കൂടി ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ പേരതായി, തടിയ എന്നുള്ള വിളിക്കുന്ന ആ പേരായി. അപ്പോൾ എനിക്കത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വിളിച്ചാൽ നമുക്ക് അത്ര പ്രശ്നം തോന്നില്ല. പക്ഷേ അല്ലാത്തവർ വിളിക്കുമ്പോൾ ഐ ഫീൽ എന്ത് ഉള്ളിൽ നിന്നൊരു പ്രശ്നം ഒരു തോന്നി. പക്ഷേ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ജിമ്മിൽ അവിടെ അന്നുണ്ടായിരുന്ന ലോക്കൽ ജിമ്മിലൊക്കെ പോയി പൈസ കൊടുക്കും. ആശാൻ ശരിയാക്കും എന്നാണ് എൻ്റെ വിചാരം. അതായത് ആശാനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആശാൻ സ്ലിം ബ്യൂട്ടി ആയിട്ടാണ് തരും. അതെ. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പൈസ കൊടുത്തു. ആശാൻ ശരിയല്ല, മറ്റേ ആശാൻ ശരിയല്ല എന്ന് പറഞ്ഞ് പല ജിമ്മുകളിലും പൈസ കൊടുത്തു. അങ്ങനെ ജർമ്മനിയിലും കുറേ അവിടെ ചെന്ന് ഇത് തുടർന്നു. അതെ, അപ്പൊ അവിടെ ചെന്ന് നല്ല ഫുഡടിയായിരുന്നു. ഫുഡിന് കുറവില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു അവയർനെസ്സോ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇന്നത് കഴിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. ഇൻഫർമേഷൻസ് നമുക്കില്ല. അപ്പോൾ ആശാൻ പറയുന്നത് കേട്ട് ട്രൈ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ റിസൾട്ട് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരാണ്ടാവുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അത് ആശാന്റെ പ്രശ്നമായിരിക്കില്ല, നമ്മുടെ പ്രശ്നമാണെന്ന് പിന്നീട് മനസ്സിലാവും. അതെ. അപ്പൊ നിതിൻ ഇവിടെയും പൈസ കളഞ്ഞിട്ടുണ്ട്, ജർമ്മനിയിലും പോയി പൈസ കളഞ്ഞു. ജർമ്മനിയിൽ അപ്പൊ അവിടെ ഒരു ജിമ്മിലൊക്കെ പോയി, ഇവിടെ നമുക്ക് ഒരു പ്രാവശ്യം പോയി പൈസ കൊടുത്തിട്ട് പോയില്ല, പിന്നെ നമ്മുടെ പൈസ പോകുന്നില്ല. അവിടെ അങ്ങനെയാണോ? അവിടെ അങ്ങനെയല്ല, അവിടെ ആക്ച്വലി ഇയർലി കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 1 മാസത്തേക്ക് കൊടുത്താലും അത് ഒരു 12 മാസം വരെ നമ്മളൊരു കോൺട്രാക്റ്റിൽ എഴുതി കൊടുക്കുകയാണ്. 12 മാസത്തേക്കാണ് റിന്യൂവൽ പ്രോസസ്സ് വരുന്നത്. അതുവരെ നമ്മളത് കൊടുത്തോണ്ടിരിക്കണം, പോയാലും പോയില്ലെങ്കിലും. പോയില്ല കാശ് പോക്കാം. അത് അവിടെ ചെന്നിട്ട് 2 മാസത്തിനുള്ളിൽ നിർത്തും, പക്ഷെ ഒരു കൊല്ലത്തെ ഫീസ് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ നിന്നൊക്കെയാണ് ഒരു സ്പാർക്ക് ഉണ്ടാവുന്നത് അല്ലേ? അവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് എന്തായിരുന്നു? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ജിമ്മിൽ പോവാതിരുന്നത് എനിക്ക് റിസൾട്ട് വേണ്ടാത്തതുകൊണ്ടോ എനിക്ക് എഫേർട്ടിന് ഇടാനുള്ള അത്രയും ഒരു ഇതില്ലാത്തതുകൊണ്ടോ അല്ല. എനിക്ക് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ഡിസൈൻ ടു ഹാവ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. സത്യമാണ്. അപ്പം നമുക്കൊരു പെട്ടെന്ന് മലയാളത്തിൽ പറയാം, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ കള്ളുപിടിക്കാത്ത പക്ഷേ കള്ളുപിടിക്കുന്നവരുണ്ട്, ഒരു കിക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനമാണെങ്കിൽ കൊള്ളാം എന്ന് പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അത് എല്ലാ കേസിലും അതാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടായി എന്ന് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ വി ഫീൽ മോർ ഹാപ്പിയർ, വി ടെൻ ടു ഡു ദാറ്റ് മോർ. അത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ എന്തുകൊണ്ട് ഇങ്ങനൊരു സൊല്യൂഷൻ ഞാൻ വന്നാലേ ഇതിന് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലേ. നമുക്ക് ഇങ്ങനെ ഒരുപാട് നേരം വർക്കൗട്ട്, ഡെയിലി ഒരു 1 hour എങ്കിലും മിനിമം വർക്കൗട്ട് ചെയ്യണം, 5 to 6 days ചെയ്യണം. ഇത്രയും ടൈം ആൻഡ് എഫേർട്ട് നമ്മൾ ഇടണം. ടെക്നോളജി ഒക്കെ ഇത്ര അഡ്വാൻസ് ആയി, ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർക്കിലുണ്ടായിരുന്ന ജർമ്മൻ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാൻ ഒരു സ്റ്റുഡിയോ ആണ് സെറ്റപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ടെക്നോളജി ട്രൈ ചെയ്തു. അതിൻ്റെ പേരാണ് ഹോൾ ബോഡി ഇലക്ട്രോ മസിൽ സ്റ്റിമുലേഷൻ. അപ്പോൾ ആ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് സ്മാർട്ടായിട്ട് റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ടച്ച് പോയിൻറ്റ് ഫോർ ദാറ്റ് ടെക്നോളജി. അപ്പോൾ ഞാൻ പോയി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാനൊരു 3 ദിവസം 1 hour വെച്ചിട്ടാലും എനിക്ക് ഈ എഫേർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് എത്ര നേരമായിരുന്നു? 20 minutes ആണ്. 20 മിനിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു 3 ദിവസം പോകുന്ന എഫേർട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് കിട്ടി. 3 ദിവസം പോകുന്നതിനെക്കാട്ടും കൂടുതൽ എഫേർട്ട് കിട്ടിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇതെങ്കിലും എനിക്ക് നടപടിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ആ ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷൻ ഐ സ്റ്റാർട്ടഡ്. അത് കണ്ടിന്യൂ ചെയ്തു? അതെ, കണ്ടിന്യൂ ചെയ്തു. ഒരു 2 to 3 വീക്സിനുള്ളിൽ ഐ സ്റ്റാർട്ടഡ് സീയിങ് റിസൾട്ട്സ്. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ, വെയിങ് സ്കെയിലിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ വി ആർ ഹാപ്പി. അതെ. ബോഡിയിൽ ചേഞ്ചസ് ഒക്കെ വരുന്നതിന് മുമ്പ് വെയിറ്റ് കുറയുന്നുണ്ടോ, എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് വെയിങ് സ്കെയിലിൽ കയറി നോക്കും, വെയിറ്റ് കുറയുന്നുണ്ടോ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. സോ അപ്പോൾ നമ്മളത് അങ്ങനെ നോക്കി ഒരു 10 മാസം കൊണ്ട് ഒരു 24 കിലോ വെയിറ്റ് കുറഞ്ഞു. 10 മാസം കൊണ്ട്. അതിൻ്റെ പ്രോസസ്സിലാണ് ഞാൻ ടെക്നോളജിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ അത് തടി കുറയ്ക്കുന്ന ഒരു ടെക്നോളജി മാത്രമല്ല. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അതിനെ അപ്രോച്ച് ചെയ്തു, നമ്മളെല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രോബ്ലം കൊണ്ടാണല്ലോ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ടാണ് അപ്രോച്ച് ചെയ്തതെങ്കിലും
റിസർച്ച് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഈ ടെക്നോളജി ആക്ച്വലി ജർമ്മൻ ഫുട്ബോൾ ടീം, ബയൺ മ്യൂണിക് എന്ന് പറഞ്ഞ ഫുട്ബോൾ ടീമൊക്കെ അവരുടെ പെർഫോമൻസ് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ഓക്കെ. പെർഫോമൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെവി വെയിറ്റ് ഇട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇഞ്ചുറി ചാൻസസ് കൂടുതലാണ്. ഓക്കെ. ടു ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനും എന്നാൽ ട്രെയിനിങ് എഫിഷ്യൻസി കൂട്ടാനും സ്മാർട്ടായിട്ട് ജിമ്മിൽ ഹിറ്റ് ചെയ്യാൻ പറ്റാത്ത മസിൽസിനെ ട്രെയിൻ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജി ആയിരുന്നു ഇത്. വെരി ഗുഡ്. അപ്പോൾ അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അതെ, 1960s മുതൽ ഫിസിയോതെറാപ്പി സൈഡിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ അത് ലേറ്റസ്റ്റ് ആണ് അഡ്വാൻസ്. ബേസിക്കലി നമ്മുടെ ഹാർട്ട്, ആ. മസിൽസ്, Yeah. തൈ, Yeah. ഇവിടെ എല്ലാം ഒരു ഗാഡ്ജറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ട് Yeah. ഇലക്ട്രിസിറ്റി വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാണ്. കറക്റ്റ് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ലോ ഇലക്ട്രിക് ഇമ്പൾസിലാണ്. ഈ ലോ ഇലക്ട്രിക് ഇമ്പൾസ് ഇപ്പം നമുക്കൊരു ആക്ഷൻ പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഒരു ഗ്ലാസ് എടുക്കണമെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ട് മൂവ്മെൻറ്റിൽ എടുക്കാം, മീഡിയം സ്പീഡിലെടുക്കാം, ഫാസ്റ്റായിട്ട് എടുക്കാം. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനും ആ ബ്രെയിനിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മുടെ മസിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ആക്ഷൻ തന്നെയാണ് നമ്മൾ ജിമ്മിൽ പോയിട്ടും ചെയ്യുന്നത്. ജിമ്മിൽ ഒരു 5 കിലോ ഡംബൽ എടുത്തിട്ട് വി ആർ ആസ്കിങ് യു ബ്രെയിൻ ടു കേൾ ഇറ്റ്, അതായത് മസിൽ കേൾ ചെയ്യാൻ പറയുന്നു. അപ്പോൾ മസിൽ കേൾ ചെയ്യുമ്പോൾ മസിലിൽ റിപ്പീറ്റഡ് ടയർ വരുന്നു ബിക്കോസ് ഓഫ് ദ സ്റ്റിമുലേഷൻ. റിപ്പീറ്റഡ്ലി എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നടക്കുന്നു. സോ ഈ റിപ്പീറ്റഡ് സ്റ്റിമുലേഷനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി. അപ്പോൾ വെയിറ്റ് എടുക്കാതെ തന്നെ വെയിറ്റ് എടുക്കുന്ന എഫക്ട്സ് നമ്മുടെ മസിൽസിൽ ക്രിയേറ്റ് ആവും. ഓൺലി സ്കെൽറ്റൽ മസിൽസ്, നോട്ട് ദ ഓർഗൻ മസിൽസ്, വിച്ച് ഈസ് മീൻ സയൻറ്റിഫിക്കലി ടെസ്റ്റഡ്. സോ അത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലാണ് അത് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഈ വെയിറ്റ് എടുത്ത് ചെയ്യുന്ന എഫേർട്ടും ടൈമും സേവ് ചെയ്യാൻ പറ്റും ഈ ടെക്നോളജി ഉപയോഗിച്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു 20 മിനിറ്റിനുള്ളിൽ ശരിക്കും നമ്മളൊരു 1 വീക്ക് ചെയ്യുന്ന എഫേർട്ട് അവിടെ ഇടുകയാണ് നമ്മൾ. അതെ, അത് ബേസിക്കലി നമ്മൾ യൂഷ്വലി ജിമ്മിൽ പോയാൽ 1-2 മസിൽ ഗ്രൂപ്പ്സാണ് ട്രെയിൻ ചെയ്യുക. അങ്ങനെ ഒരു 4 to 5 days കൂടുമ്പോഴാണ് നമ്മൾ ഫുൾ ബോഡി ഹിറ്റ് ചെയ്യുക. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം 20 minutes ഫുൾ ബോഡി ട്രെയിനിങ് ചെയ്യുക, ഓരോരുത്തരുടെ പേഴ്സണൽ റിക്വയർമെൻ്റ് അനുസരിച്ച്. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കൾ അത് പഠിച്ചു, റിസർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ താങ്കൾ ആ സമയത്ത് ജോലി ചെയ്യാണ്. അതെ, അവിടെ നിന്നാണ് താങ്കൾ ഒരു സംരംഭകത്വം ഇതിലേക്ക് ഒരു സ്വപ്നം കാണുന്നത്. അതെ, എന്തായിരുന്നു ലൈക്ക് പാരൻസും ഗ്രാൻഡ് പാരൻസും ആ ഫ്രീഡം, ബിസിനസ് ഫ്രീഡം അനുഭവിക്കുന്ന കണ്ടു വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കും എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ സോഷ്യൽ പ്രഷർ കാരണമാണ് ഓക്കെ പുറത്ത് പോയി പഠിക്കാം, ജോലി ചെയ്യാം, അങ്ങനെ സെറ്റിൽ ആവാം എന്നുള്ളൊരു പക്ഷേ എപ്പോഴും ആ ഒരു ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്യണം. ഒരു ബ്രാൻഡ് ക്രിയേഷൻ ആസ്പെക്റ്റിൽ ഐ വാസ് ഓൾവേസ് ഇൻസ്പയർഡ് ടു ഡു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്താണ് ആ സൊല്യൂഷൻ, എന്ത് സൊല്യൂഷനാണ് ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി തന്ന ഒരു കൺസെപ്റ്റിനെ എന്തുകൊണ്ടൊരു ബ്രാൻഡ് ആക്കിക്കൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ കുറേ ആസ്പെക്ട്സുകൾ ആഡ് ചെയ്തു. എങ്ങനെ അതൊരു മോർ വാല്യൂ അഡീഷനുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കാം എന്നുള്ള ആസ്പെക്റ്റിലാണ് ഇന്ന് കാണുന്ന ഒരു പരുവത്തിലേക്ക് വന്നത്. അത് അവിടെ നിന്ന് തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയതാണ്. അതെ. അപ്പോൾ അവിടെ നിന്ന് ജോലി രാജിവെക്കുന്ന റിസ്ക് ആണ്. കാരണം ഇവിടെ നിന്ന് പോയി അവിടെ ഒരു കോഴ്സ് പഠിച്ചു, അവിടെ മാന്യമായൊരു ജോലി കണ്ടെത്തി, ലോൺ അടയ്ക്കാനുണ്ട്, എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നോ? പെട്ടെന്ന് പോകുന്നതല്ല. ഞാൻ ആദ്യം ജോലി രാജിവെച്ചു, പാർട്ട് ടൈം ജോലി കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് സൈഡിൽ കൂടെ നമ്മൾ ഇതിൻ്റെ റിസർച്ച് പരമായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി, സർട്ടിഫൈ ചെയ്തു. അവിടെ തന്നെ ഈ വെയിറ്റ് ലോസ് ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ വർക്ക് ചെയ്തു. ശരി. ആ സ്റ്റുഡിയോയിൽ പോയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഇവരുടെ ഈ മെഷീൻ സപ്ലയറിൻ്റെ അടുത്ത് സർട്ടിഫിക്കേഷൻ എടുത്തു? അതെ, മെഷീൻ സപ്ലയറിൻ്റെ അടുത്ത് സർട്ടിഫിക്കേഷൻ എടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് തിയറി പഠിച്ചു. അതെ. ഇപ്പുറത്ത് പോയി പ്രാക്ടിക്കൽ ഒരു ഏകദേശം 1 year. 1 year. അപ്പോൾ അവിടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു? അതെ, അവിടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ്. ഒരു ഫുട്ബോൾ പ്ലെയർ, ലീഗ് ഫുട്ബോൾ പ്ലെയറിനെ ട്രെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ ഒരു 85-year-old ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്യാൻ പറ്റി. ഹെൽത്ത് ഇഷ്യൂസ്, സിവിയർ ഇഷ്യൂസ് ഉള്ളവരെ ട്രെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാറ്റഗറിയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാൻ പറ്റുകൊണ്ട് അത്രയും നോളേജ് നമുക്ക്, കാരണം ഓരോ ക്ലയൻറ്റിനെയും ഓരോ രീതിയിലാണ് ട്രെയിൻ ചെയ്യേണ്ടത്. എല്ലാവർക്കും എല്ലാം വർക്ക് ചെയ്യുന്ന ആസ്പെക്റ്റ് അല്ല. അപ്പം നമ്മൾ ആ ടെക്നോളജീനെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പണി പഠിച്ചു. അതെ, നാട്ടിലേക്ക് തിരിച്ചെത്തി. 2019 തിരിച്ചെത്തിയത്. ശരി, 2019 തിരിച്ചു വന്നു. നവംബറിലാണ് തിരിച്ചു വരുന്നത്.
ഡിസംബറിൽ ഞാൻ ഓൾറെഡി മെഷീൻ എല്ലാം ഓർഡർ ചെയ്തിട്ടാണ് പോകുന്നത്, ഉള്ള സേവിങ്സ് എല്ലാം വെച്ച്. ഓ, അവിടെ നിന്നുള്ള പൈസയൊക്കെ അവിടെ തന്നെ മെഷീനിൽ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഡിസംബറിൽ മെഷീൻ കിട്ടി. ജാനുവരി കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ത് പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അന്ന് സ്റ്റാർട്ട് ചെയ്ത ഫിറ്റ്നസ് ആൻഡ് ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞ പേരിലാണ്. ഫിറ്റ്നസ് ആൻഡ് ലോഞ്ചിവിറ്റി. അതെ, അതായത് ഫിറ്റ്നസും ലോഞ്ചിവിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു സൊല്യൂഷൻ. അതായിരുന്നു നമ്മുടെ വിഷൻ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫെബ്രുവരിയിലാണ് ഫസ്റ്റ്. അപ്പോൾ അതിന് കുറച്ച് നാൾ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഫേസ്ബുക്ക് മെറ്റ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് പഠിച്ച് അതിനകത്തേക്ക് കുറച്ച് ചെറുതായിട്ട് പൈസ ഇട്ട്, അപ്പോൾ അങ്ങനെ ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മൊബൈലായിട്ട് മെഷീനുമായിട്ട് ക്ലയൻസിൻ്റെ വീട്ടിൽ പോയി ട്രെയിൻ ചെയ്യുമായിരുന്നു. ഓ, അങ്ങനെയായിരുന്നു. ഈ കാറിൽ കയറ്റി മെഷീൻ, കാറ് വണ്ടിയിൽ, അതിനുവേണ്ടി കാറ് മേടിച്ചു, ചെറിയൊരു കാറ് മേടിച്ചു. അപ്പോൾ ഇത് മൊബൈൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഒരു നമ്മുടെ ലാപ്ടോപ്പിന്റെ സൈസുള്ള മെഷീനാണ്. അപ്പോൾ ഇത് വിലയുള്ള സാധനമാണ്. അതെ, കാറിന്റെ 4 മടങ്ങ് വിലയുള്ള സാധനമാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഫ്രീ ഡെമോ കൊടുക്കും. ഫ്രീ ഡെമോസ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കാരണം എന്താ അറിയില്ല, നമുക്ക് ക്ലയൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുമോ, ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ ഇവിടെ അത് എങ്ങനെയാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് 20 കിലോമീറ്ററൊക്കെ പോയി ഫ്രീ ട്രയൽ കൊടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലയൻറ്റ് 500 റുപ്പീസാണ് എനിക്ക് ഫസ്റ്റ്. ഒരു സെഷൻ 15 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയി തിരിച്ച് വന്ന് ചെയ്യുന്ന 500 റുപ്പീസാണ്. പെട്രോൾ കാശ് പോലും ആയിട്ടില്ല. ഇല്ല. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ക്ലയൻസിന് റിസൾട്ട് ഉണ്ടായി തുടങ്ങിയപ്പോൾ അവർ റെഫർ ചെയ്ത്, വെരി ഗുഡ്, പിന്നെ അങ്ങനെയാണ് വളർന്നത്. അപ്പോൾ ഒരു 25-30 പേര് എനിക്ക് ഇങ്ങനെ വീട്ടിൽ പോയി ചെയ്യുന്ന ക്ലയൻസ്. കൊറോണ വരുന്നേ? അതെ, അതൊരു വേറെ സ്റ്റോറി തന്നെയാണത്. സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് കോറോണ വന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നവംബറിലാണ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ജാനുവരിയിൽ എനിക്ക് സിജു വിൽസൻ്റെ 19ാം നൂറ്റാണ്ട്, അതെ 19ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു മൂവിയിൽ അസോസിയേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടി ഹെൽത്ത് പരമായിട്ട്. അപ്പോൾ അതിനകത്ത് കുറേ ആസ്പെക്ട്സ് ഉണ്ട്, പക്ഷെ നമ്മളൊരു അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്തിട്ടാണ് ഒരു 25-30 ക്ലയൻറ്റ്സ് ആയപ്പോഴാണ് എനിക്കും ഒരു കോൺഫിഡൻസ് ആയത്. ഓക്കെ, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകുന്നുണ്ട്, അവർ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു രാവിലെ 5 മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം 11 മണിക്ക് വീട്ടിൽ കയറിയ ദിവസങ്ങളുണ്ട്. കാരണം കണ്ടിന്യൂസ് സെഷൻസ് ആയിരിക്കും. ഇടയിൽ ഒരു 50 to 1 hour ട്രാവൽ ഉണ്ടാവും ചിലപ്പോൾ, ഒരു ലൊക്കേഷൻ ടു ലൊക്കേഷൻ. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് അതിൽ സെഷൻസ് എടുത്ത് ഒരു 8-10 സെഷൻസൊക്കെ ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു കോൺഫിഡൻസിൽ ഓക്കെ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മുമ്പേ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. സ്റ്റുഡിയോ. അതെ. അപ്പോൾ അതിൻ്റെ എങ്ങനെ അഡ്വാൻസ്ഡ് വേർഷൻ ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ അതിനുള്ളൊരു എക്സ്ട്രാ കോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ജർമ്മനി കണ്ടുപോലൊരു സ്റ്റുഡിയോ ചെയ്യാൻ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് മതിയെങ്കിലും നമ്മൾ അതിനകത്തേക്ക് റിക്കവറി ആസ്പെക്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. പൈസ വേണം. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എനിക്ക് പ്രോപ്പർട്ടി തന്ന് ഇത് ലോൺ വെച്ചിട്ട് നീ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പം ഇല്ല, എൻ്റെ ഇൻസ്പിറേഷനാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ പനമ്പള്ളി നഗർ ഫസ്റ്റ് സ്റ്റുഡിയോ. പേരിട്ടിരുന്നത് ലോഞ്ച് ഫിറ്റ് എന്നാണ്. അതിൻ്റെ ഒരു ജേണി ഉണ്ട്. അതായത് എനിക്ക് ഫിറ്റ്നസ് ആൻഡ് ലോഞ്ചിവിറ്റി എന്നുള്ള പേര് അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തു. പക്ഷേ രജിസ്ട്രേഷന് ശേഷമാണ് എനിക്ക് ലോഞ്ച് ഫിറ്റ് എന്നുള്ള പേര് എനിക്ക് മൈൻഡിൽ വന്നത്. അപ്പോൾ ഞാൻ അപ്പം തന്നെ launchfit.in എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് എടുത്തായിരുന്നു. അതിന് ശേഷമാണ് സ്റ്റുഡിയോ തുടങ്ങിയപ്പോഴാണ് 2.5 കൊല്ലത്തിന് ശേഷമാണ് സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ആ പേരിലേക്ക് മാറ്റിയത്. ലോഞ്ച് ഫിറ്റ് പനമ്പള്ളി നഗറിലാണ്. അതെ. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയോ? അവിടെ ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അപ്പോൾ അവിടെ വന്നു തുടങ്ങി. അപ്പോൾ അവരുടെ സപ്പോർട്ടോട് കൂടി നമ്മൾ ഇങ്ങനെ ഒരു 2-3 മാസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഞാൻ പഠിക്കുന്നതും അതിനകത്തേക്ക് ഇറങ്ങുന്നതും. അങ്ങനെ മെല്ലെ മെല്ലെ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു കൊച്ചിയിലാണ് നമ്മൾ ഒരു എക്സ്റ്റെൻസീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് താങ്കളുടെ ജർമ്മൻ ടെക്നോളജിയുള്ള ആ ഒരു ടെക്നോളജി ഉണ്ട്, അതുകൂടാതെ 3 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ മസിൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് നമ്മുടെ കോർ ടെക്നോളജി. അതാണ് നമ്മളെ സ്മാർട്ടായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ വർക്കൗട്ടിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്
റിക്കവർ ആകുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ റിസൾട്ട്സ് കിട്ടുന്നത്. അപ്പോൾ ഈ റിക്കവറിക്ക് വേണ്ടി നമ്മൾ 3 ടെക്നോളജീസ് കൊണ്ടുവന്നു. ഒന്ന് സോണോതെറാപ്പി, ഐസ് ബാത്ത് ആൻഡ് റെഡ് ലൈറ്റ് തെറാപ്പി. ഈ 3 ടെക്നോളജീസിൽ സോണ നമ്മുടെ ഇവിടെ വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഐസ് ബാത്ത് ഐസ് ബാത്ത് നമ്മൾ കൊച്ചിയിൽ പ്രൊഫഷണലായിട്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ റെഡ് ലൈറ്റ് തെറാപ്പി അന്ന് അങ്ങനെ റെഡ് ലൈറ്റിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതെ. അപ്പോൾ ഇതെല്ലാം റിക്കവറി ബെനിഫിറ്റ്സ് ആണ് തരുന്നതെങ്കിലും ഇതിനെല്ലാം തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് കൂടിയുണ്ട്. അത് 3 ഡയറക്ഷനാണ്. ഇപ്പോൾ റെഡ് ലൈറ്റ് തരുന്നത് നമുക്ക് ഇൻഫ്ലമേഷൻ, സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, സ്കാറുകൾ, പിഗ്മെൻറ്റേഷൻ ആ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പിന്നെ സോണ തരുന്നത് കാർഡിയാക് റിലേറ്റഡ്, അതായത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ആസ്പെക്റ്റിൽ. ഐസ് ബാത്ത് ഇസ് ആക്ച്വലി പെയിൻ റിലീഫ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ആ ആസ്പെക്റ്റിൽ നമുക്ക് ചെയ്യും. ഞാൻ ആക്ച്വലി നിതിൻ എന്നെ അങ്ങോട്ട് ക്ഷണിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 20 മിനിറ്റ്, അതായത് നമ്മുടെ ഒരാഴ്ചയിൽ വർക്കൗട്ട് ചെയ്യേണ്ട 20 മിനിറ്റ് വന്ന് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ താങ്കളോടുള്ള ആ ഒരു ബഹുമാനം കൊണ്ട് മാത്രം ഞാനവിടെ വന്നത്. ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടുപിടിച്ചിട്ടാണ് വന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ വന്നു. അവരെൻ്റെ കംപ്ലീറ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു. എനിക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേറെ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിട്ടാൽ പോരെ? അല്ല സാർ ഇത് ഇടണം. ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാനും ഭാര്യയും വന്നു. ഒരു 20 മിനിറ്റ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ ഈ അടുത്ത കാലത്ത് അതുപോലെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല. ഞാൻ ആലോചിച്ചത് എൻ്റെ മേത്ത് കുറച്ച് പേഷ്യൻ്റൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇതിപ്പോൾ എന്താ സംഭവിക്കാം. പക്ഷേ ഈ 20 മിനിറ്റ്സിൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പരിപ്പളകി എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ആയപ്പോഴാണ് ഞാനത് സൈൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3 മാസമായി. ഐ ക്യാൻ അഷ്വർ യു എൻ്റെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഒരു കസ്റ്റമർ ആയതുകൊണ്ട് മാത്രം പറഞ്ഞതല്ല, എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രായം വരും തോറും നമ്മൾ ഫിറ്റ്നസ് കുറഞ്ഞു വരും. അപ്പം ഞാൻ ഡയറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് കൺട്രോൾ, അങ്ങനെ ഫുഡ് അധികം കഴിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, സീട്ട് വലിക്കുന്നില്ല, ഇതൊക്കെ സത്യമാണ്. എന്നിരുന്നാലും നമുക്കൊരു കുറച്ച് നാൾ ഞാൻ എൻ്റെ ജോലി എന്ന് പറയുന്നത് നടക്കുന്ന ജോലിയില്ല, നിന്നുകൊണ്ട് ബിസിനസ് കോച്ചിങ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ഫിറ്റ്നസ് ഒരു 3 മാസം കൊണ്ട് എൻ്റെ ഭാര്യയുടെയും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ജിമ്മൊന്നും ആയില്ലെങ്കിൽ ചെറിയ മസിൽസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഐ നോട്ടസ്ഡ് എനിക്ക് വേണ്ടി അവിടെ ഒരു കാർഡുണ്ട്. ആ കാർഡിൽ എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വർക്കൗട്ട് ചെയ്ത് ഏത് ലെവൽ വരെ പോയി, എൻ്റെ കാർഡിയോ എവിടം വരെ പോയി, എൻ്റെ മസിൽ സ്ട്രെങ്ത് എവിടം വരെ പോയി, അതവർ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്നോട് തന്നെ പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. സാർ ഇവിടെയായിരുന്നു, ഇപ്പോൾ 72 എത്തി കേട്ടോ, ഞാനത് 80 എത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കവിടെ ആ 20 മിനിറ്റ്സിൽ നമ്മുടെ ഹോൾ ബോഡി കടന്നിട്ട് പണിയെടുക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, ഇത് 2 അണ്ണന്മാരും കൂടി ഇരുന്ന് തള്ളുന്നതല്ലേ ഇത്. അവിടെയാണ് എൻ്റെ അടുത്ത ചോദ്യം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അതുപോലെ നിങ്ങളുടെ നിരവധി കസ്റ്റമേഴ്സിന് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. ഇതൊരു തള്ളാണ്. സാറ് പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ഈവൻ ഞാനും ഫസ്റ്റ് ടൈം ഇത് ശരിയാണോ, നടപടിയാവണ പരിപാടിയാണോ എന്നുള്ളതാണ് ഞാനും ആലോചിച്ചത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എഫേർട്ട് സേവ് ചെയ്യാണ് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്നത്. അത് ഈ ടെക്നോളജി നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ സ്മാർട്ടായിട്ട് ഈ 95% മസിൽസിനെ ടാർഗറ്റ് ചെയ്ത് ഒരു പേഴ്സണൽ അറ്റൻഷനോട് കൂടി നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഒരു വർക്കൗട്ട് റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് സാറിന് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാം. സാർ ഏതായിരിക്കും ഓപ്ഷൻ ചൂസ് ചെയ്യുക? യു വിൽ ഓൾവേസ് ചൂസ് ഫ്ലൈറ്റ് ബിക്കോസ് ഓഫ് യുവർ കൺവീനിയൻസ്. അപ്പോൾ നമുക്കൊരു ലൊക്കേഷനിൽ നിന്ന് മറ്റു ലൊക്കേഷനിലേക്ക് ഈസി ആയിട്ട് പല രീതിയിലും എത്താം. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച്, നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച് സ്മാർട്ടായിട്ട് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയും ഫങ്ഷണൽ ഫിറ്റ്നസ്സും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എഫക്റ്റീവ്നെസ് 20 മിനിറ്റ്സ് ക്രിയേറ്റ് ആവും. അത് സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആണ്, റിസൾട്ട് ഓറിയൻറ്റഡ് ട്രാക്റ്റുമാണ്. അതായത് ഇപ്പോൾ സാറിൻ്റെ റിസൾട്ട്സ് നമ്മൾ എവറി 6 സെഷൻസിൽ ചെക്ക് ചെയ്യും. അതായത് സാറിന് തന്നെ അറിയാം, ഇപ്പോൾ നമ്മൾ ആ മോണിറ്റർ ചെയ്തിട്ട് 6ാം സെഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആസ്പെക്ട്സ്. എൻ്റെ 6ാമത്തെ സെഷൻ ആയപ്പോൾ തന്നെ എൻ്റെ കംപ്ലീറ്റ് എടുത്തു, എത്ര സെൻറ്റിമീറ്റർ വെച്ച് മസിൽസ് കൂടി, ഇതെല്ലാം ഐ എം കൺവിൻസ്ഡ്. കറക്റ്റ്. സോ ആ ഒരു ആക്ടിവിറ്റി നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ ഈ ഫങ്ഷണൽ ഫിറ്റ്നസ് ആസ്പെക്ട്സ്, സ്ട്രെങ്ത്ത്, കാർഡിയോ, സ്റ്റെബിലിറ്റി, മൊബിലിറ്റി ആൻഡ് ലെങ്സ് കപ്പാസിറ്റി. ഈ സ്റ്റെബിലിറ്റിയും മൊബിലിറ്റിയും ലെങ്സ് കപ്പാസിറ്റിയും യൂഷ്വലി ജിമ്മിൽ ചെയ്യാറില്ല. അപ്പം നമ്മൾ ഈ 20 മിനിറ്റ്സിൽ ടെക്നോളജിയുടെ യൂസും ഈ 5 ആസ്പെക്ട്സും പേഴ്സണൽ കൺവീനിയൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ പേഴ്സണലൈസ് ചെയ്ത് ചെയ്യാണ്. ദാറ്റ്സ് മേക്സ് ദ റിസൾട്ട്സ്. എല്ലാവർക്കും ഒരു പ്രോട്ടോക്കോൾ അല്ല. ഇപ്പോൾ ഒരു 70 വയസ്സായ ആൾ വന്നാലും 22 വയസ്സായ ആൾ വന്നാലും എക്സസൈസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു വെയിറ്റ് ലോസ് ഗോളിന് വന്നാലും ബാക്ക് പെയിൻ റിഡക്ഷന് വന്നാലും
ദ എക്സസൈസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു പേഴ്സൻ്റെ നീഡിനെയാണ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ദാറ്റ്സ് മേക്സ് എഫേർട്ട്ലെസ്. നമ്മൾ ഈ ലോഞ്ച് ഫിറ്റ് അവിടെ തുടങ്ങി പനമ്പള്ളിയാറിൽ ആരെയാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് നിതിൻ? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഒബ്വിയസ്ലി എല്ലാവരും നോക്കുമ്പോൾ വിചാരിക്കും വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്തവർ, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ ആ ഒരു എഫേർട്ട് ഇടാനുള്ള ഒരു ഇതില്ലാത്ത ആൾക്കാർ, പിന്നെ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർ, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, നെർവസ് ഇഷ്യൂസ്, സ്ട്രോക്ക് വന്നവർ. അപ്പോൾ ആ മെഡിക്കൽ സൈഡും ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു. സോ ഒരു കൺവീനിയൻറ്റ് ആയിട്ടൊരു ഹെൽത്ത് സൊല്യൂഷൻ നോക്കുന്ന എല്ലാവരും തന്നെ അഫോർഡബിലിറ്റി ഉണ്ടാവണം. അഫോർഡബിലിറ്റി ഉണ്ടാവണം. കാരണം ഞാൻ ഇപ്പോഴാണ് നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റീലൊക്കെ കാണുമ്പോൾ നമ്മളും കാണുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഒരു കമൻറ്റ് ഞാൻ എടുത്ത് വായിച്ചു. സംഭവമൊക്കെ കൊള്ളാം, പക്ഷേ സംഭവം നമുക്ക് പറ്റില്ല, കത്തിയാണ്. കത്തിയാണോ? അത് ആൾക്കാരുടെ അനുസരിച്ചാണ്. അത് ഹൂ ഈസ് ലുക്കിംഗ് ഇൻ ടു ഇറ്റ് അത് അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ അറ്റൻഷനാണ്. അതായത് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും, പേഴ്സണൽ ഡയറ്റീഷ്യൻ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് എന്ന് പറയുന്നൊരു കൺവീനിയൻസ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് മാൻ പവർ. അത് സാധാരണ ഒരു മാൻ പവർ കിട്ടിയാലും പോരാ. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാൻ പവർ തന്നെ. അപ്പോൾ അതിനൊരു സർട്ടൻ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് തന്നെയാണ്. പക്ഷേ വെൻ യു കമ്പയർ ഇറ്റ് ഒരു നോർമൽ ജിം പേഴ്സണൽ ട്രെയിനിങ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇറ്റ്സ് സിമിലർ പ്രൈസിങ് ഓൺലി. ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ എക്സ്പെൻസീവ്. ബട്ട് അത് ഓരോരുത്തരുടെ വാല്യൂവിനനുസരിച്ച്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് എനിക്കൊരു ജിം ഡ്രസ് ഇട്ടിട്ട് പോകാനുള്ള സൗകര്യമായിരിക്കില്ല. ചിലപ്പോൾ ഞാനൊരു ട്രെയിനിങ് ഹാളിൽ നിന്നാണ് ഞാൻ അവിടെ വരുന്നത്. കറക്റ്റ്. എൻ്റെ വൈഫും എൻ്റെ ഓഫീസിലാണ്, അവിടെ നിന്നായിരിക്കും വരുന്നത്. എനിക്ക് അവിടെ വന്നാൽ അവിടെ തന്നെ നിങ്ങൾ തരുന്ന വൃത്തിയായ വസ്ത്രം ധരിക്കാം. ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഫ്രഷായിട്ട് നല്ല ടോയ്ലറ്റ് ഉണ്ട്, ഫ്രഷായി എനിക്ക് ഡ്രസ്സ് മാറി എനിക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. ആ ഒരു കൺവീനിയൻസ് അവിടെ ഉണ്ട്. പക്ഷെ അവിടെയും ഇതിൽ ഞാൻ കണ്ടൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സത്യത്തിൽ പണം ചിലവാക്കുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടാണോ അതോ ഹെൽത്ത് നശിപ്പിച്ചിട്ടാണോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിൽ പലരും, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ. അതുവരെ ഒരു എസ്തെറ്റിക് ആസ്പെക്റ്റിൽ ഒരു വയസ്സ് വരെ നമ്മൾ സിക്സ് പാക്സ് ബോഡിയൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ വെയിറ്റ് കുറച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കരിയർ ഫോക്കസ്ഡ് ആവും, ഫാമിലി ഫോക്കസ്ഡ് ആവും, നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഫോക്കസ്ഡ് ആവും, ബിസിനസ് റിലേറ്റഡ് ആണെങ്കിൽ. അപ്പോൾ ആ ഒരു ഇതിൽ ഓഡിയൻസിന് ഒരു സൊല്യൂഷൻ ഇല്ല ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ. അവസാനം നമ്മളിത് സ്പോയിലായി കഴിയുമ്പോൾ ലക്ഷങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കും. കറക്റ്റ്. അപ്പം നമ്മൾ ഒരു പ്രോപ്പർ ബ്രേക്കപ്പ് ഒന്നും നോക്കാതെ ആയിരിക്കും ഡോക്ടർ ഹോസ്പിറ്റൽ. എനിക്ക് എൻ്റെ ഫാദർ ഐ ലോസ്റ്റ് ഹിം. അപ്പോൾ ആ സമയത്തൊക്കെ ബില്ല് ലക്ഷങ്ങൾ. അത് ഞാൻ എന്താണ് അതിൻ്റെ ബ്രേക്കപ്പ് എന്ന് നോക്കാനുള്ള സമയമൊന്നും എനിക്കില്ല. കാരണം എനിക്കിത് അടച്ചേ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഫാദറിനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ആസ്പെക്ട്. അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ യൂഷ്വലി പ്രിവെൻറ്റീവ് ഹെൽത്തിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. rather than ഒരു വെയിറ്റ് ലോസ് ആസ്പെക്റ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. വി ഓൾവേസ് ആസ്ക് ക്ലയൻസ് ടു ഫോക്കസ് ഓൺ അതർ ആസ്പെക്ട്സ്. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സിസ്റ്റം ഈസ് ഫയർഡ് ടു ഫോക്കസ് ഓൺ വെയിങ് സ്കെയിൽ. ഡോക്ടേഴ്സ് പറയുന്നതിൻ്റെ റോങ് ആയിട്ടല്ല, പക്ഷെ നമ്മൾ എടുക്കുന്നത് വെയിങ് സ്കെയിൽ, വെയിറ്റ് കുറയ്ക്കുന്നതാണ് ഡോക്ടേഴ്സ് പറയുക. പക്ഷേ നമ്മൾ എന്ത് കണ്ടിട്ടാണെങ്കിലും, നമ്മൾ എക്സ്ട്രീം ഡയറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ വെയിറ്റ് കുറയ്ക്കും, പക്ഷേ കുറയുന്നത് വെയിറ്റ് മസിലായിരിക്കും. അപ്പോൾ അതൊരു ലോങ് ടേം പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്ട്സിൽ നമ്മൾ ഹെൽത്തിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പൊങ്ങി വരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഒരുപാട് നമ്മൾ പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരാൾക്ക് നമുക്ക് ഇത് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. മെഡിസിൻ ആണെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ആണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഒരു പ്രിവെൻറ്റീവ് ഹെൽത്ത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത്. നിതിൻ, താങ്കളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് പറഞ്ഞു. ഈ പനമ്പള്ളി നഗർ സ്റ്റുഡിയോയിൽ ഒതുങ്ങിയോ നമ്മുടെ സ്വപ്നമോ, അതോ അത് വളർന്നോ? പനമ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ക്ലയൻസൊക്കെ ഒരുപാട് വന്ന്, റെഫറൻസ് വന്ന്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് എനിക്കിതൊരു എൻ്റെ ഒരു ലൈവ്ലിഹുഡ് നടത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ജർമ്മനിയിൽ നിന്ന് തിരിച്ചു വന്നു. എന്തെങ്കിലും ഒരു സാലറി ഉള്ള, അല്ലെങ്കിൽ ഒരു വരുമാനമുള്ള ഒരു ഇത് വേണം
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലിനെ കൊണ്ടുപോകണം എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ബിഗ്ഗർ പ്രോബ്ലമാണ്, ഇത് കുറേ പേർക്കൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള സാധനമാണെന്ന് പല ക്ലയൻസിൻ്റെ നിന്ന് മനസ്സിലായി. അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ഒരു മോട്ടിവേഷൻ വന്നതും കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിയും കാലിക്കറ്റും ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്ത് കൊച്ചിയും കാലിക്കറ്റും എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സിറ്റികളാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് കാലിക്കറ്റ് തുടങ്ങിയത് താങ്കളുടെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ് തന്നെ? അതെ, സ്വന്തമായിട്ട്. അപ്പോൾ ഇത് പ്രോഫിറ്റബിൾ ആയി? അതെ. എത്ര നാളുകൊണ്ട്? 10 മാസം കൊണ്ടാണ് അത്രേ കൊച്ചി, എടുത്തുള്ളൂ? അതെ, 10 മാസം കൊണ്ടാണ് കൊച്ചി പ്രോഫിറ്റബിൾ ആയത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന റവന്യൂ കൊണ്ടാണ് 1.5 കൊല്ലത്തിലാണ് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1.5 കൊല്ലത്തിലാണ് കാലിക്കറ്റ് സ്റ്റാർട്ട് ഓൺ ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റ്? ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതിൻ്റെ സ്കെയിലബിലിറ്റി ആസ്പെക്ട്സ് മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മൾ പ്രോസസ്സുകളെല്ലാം ടെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ട്രെയിനിങ് ആണ് എടുത്തിരുന്നത്. ഓരോ ട്രെയിനേഴ്സിനെ എടുത്ത് ട്രെയിനിങ്ങിൽ നിന്ന് മാറി ബിസിനസ് എങ്ങനെ വളർത്താമെന്നുള്ള ആറ്റിറ്റ്യൂഡിലായി. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രോസസ്സുകൾ സെറ്റ് ചെയ്ത് എങ്ങനെ കൺവീനിയൻസ് കൂടുതലാക്കാം, ക്ലയൻസിന് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്ത് ക്ലയൻസിന് അത് നമ്മൾ റിഫൈൻ ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഒരുപാട് റിഫൈൻ ചെയ്ത് എക്സ്പീരിയൻസ് റിഫൈൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ എക്സ്പാൻഷൻ ആറ്റിറ്റ്യൂഡിലേക്ക് പോവാം എന്ന് വിചാരിച്ച് ഇപ്പോൾ അതിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. എത്ര ബ്രാഞ്ചുകളായി ഇപ്പോൾ? ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഹൈദരാബാദും കൂടെ ഓപ്പൺ ചെയ്ത് 5th ലൊക്കേഷൻ. അപ്പോൾ വേറെ എവിടെയൊക്കെയാണ്? കൊച്ചി, കോഴിക്കോട് പറഞ്ഞു. കൊച്ചി, കോഴിക്കോട് ഉണ്ട്, ബാംഗ്ലൂർ, കോർമംഗലം ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തു? അത് 2025 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതും പ്രോഫിറ്റബിൾ ആയി? അത് ഫ്രാഞ്ചൈസിയാണ്? അത് ഫ്രാഞ്ചൈസിയാണ്. അതെ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് വൈറ്റ് ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഒരു ക്ലയൻറ്റ് തന്നെയാണ്. ഹൈദരാബാദ് ചെയ്യുന്നത് ഒരു ക്ലയൻറ്റ് തന്നെയാണ്. ക്ലയൻസ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അത്ര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു കാര്യം. 5 സ്റ്റുഡിയോ ഉണ്ട് നമുക്ക്? 5 സ്റ്റുഡിയോ. കൊച്ചി, കോഴിക്കോട്, ബാംഗ്ലൂർ 2 ഹൈദരാബാദുമായി. വേറെ എവിടെയൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്? ബാംഗ്ലൂർ ഇനി 4 സ്റ്റുഡിയോസ് പ്രപ്പോസ്ഡ് ആണ്. അത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സ്റ്റേജിലാണ്. ചെന്നൈയിൽ 2 ഓൾറെഡി പ്രപ്പോസ്ഡ് ആണ്. ദെൻ പൂനെ. അപ്പോൾ വളരെയാണ്. നമുക്ക് എത്ര എംപ്ലോയീസ് ഉണ്ട് ഇപ്പോൾ? ഇന്നലെ ഞാൻ HR ആയിട്ട് സംസാരിച്ചപ്പോൾ 52 എംപ്ലോയീസ് ആയി. വെരി ഗുഡ്. ഒരാളെ സ്റ്റാർട്ട് ചെയ്തതാണ്. 2.5 വർഷം അല്ലേ? 2.5 വർഷം. 52 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി. നമുക്ക് എത്ര കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്? നമുക്ക് 3000+ കസ്റ്റമേഴ്സ്. എക്സലന്റ്. 3000 കസ്റ്റമേഴ്സ് നമ്മുടെ ഇന്നത്തെ, അതും അവരെല്ലാവരും നമ്മുടെ റിട്ടൻഷനിലുള്ളവരാണ്. അതെ. കസ്റ്റമർ പറഞ്ഞു നമ്മൾ അവരുടെ ഹാപ്പിനെസ് ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്ക് ഐ ഡോണ്ട് നോ എത്ര സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് അറിയില്ല. വി ഹാവ് എ പേഴ്സൺ ഇൻ അവർ ഓഫീസ് കോൾഡ് ഹാപ്പിനെസ് കോർഡിനേറ്റർ. ആ ഒരു ഇതിൻ്റെ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ്, അതായത് എവറി ടൈം ദേ കം, എല്ലാ എക്സ്പീരിയൻസും ഒരേപോലെ ആയിരിക്കണം നിർബന്ധമില്ല. സോ വി വാണ്ട് ടു മേക്ക് ഷുവർ എവറി എക്സ്പീരിയൻസ് ഇസ് ടേക്കൻ കെയർ ബൈ ദ ലോഞ്ച് ഫെറ്റ്. അപ്പോൾ അത് നമ്മളെല്ലാ 2 months വിൻഡോയിലും അവരെ വിളിച്ച് എല്ലാം ഓക്കെ അല്ലേ, കംഫർട്ടബിൾ അല്ലേ. എനിക്ക് കോൾ വരാറുണ്ട്. നിങ്ങളുടെ ഡയറ്റീഷ്യൻ എനിക്ക് സ്വൈരം തരാത്ത മനുഷ്യനാണ്. ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ പിക്ചർ അയക്കണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ റിമൈൻഡ് ചെയ്യുന്ന ആളാണ്. സോ ലെറ്റ് മീ ചെക്ക് വിത്ത് യു. ഇതൊരു ഫ്രാഞ്ചൈസി ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്? ഒരു 1 to 1.2 CR ആണ്. നമ്മൾ ഫ്രാഞ്ചൈസി കോസ്റ്റ് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കംപ്ലീറ്റ് ഓണർഷിപ്പ് ഇൻവെസ്റ്റർക്കായിരിക്കും. ഓക്കെ. അതിൻ്റെ എക്യുപ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ? അതെ. അപ്പോൾ ആ സ്ഥലം അയാൾ ഐഡൻറ്റിഫൈ ചെയ്യണം? സ്ഥലം നമ്മുടെ സഹായത്തോടു കൂടി ആൾക്കും തോട്ട്സ് പറയാം. വി വിൽ ടുഗദർ ഡു ഇറ്റ്. സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പുള്ളി 1 to 1, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റി, വെരി ചെയ്യാം. ഓക്കെ. ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നിങ്ങൾ ആ സ്റ്റുഡിയോ സെറ്റ് ചെയ്യും? അതെ, റൺ ചെയ്യും എല്ലാം A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ അദ്ദേഹം അവിടെ പോയി ഇരുന്ന് കാശ് പിടിക്കുന്ന പരിപാടി ഒന്നുമില്ല? ടെക്നോളജി ഉപയോഗിച്ച് നിങ്ങൾ എല്ലാം ചെയ്യും? എല്ലാം നമ്മൾ മാൻ പവറിനെ ഹാൻഡിൽ ചെയ്യും? റവന്യൂ സെൻട്രലൈസ്ഡ് ആണ്? ട്രെയിനിങ് ആൻഡ് മാൻ പവർ കൺട്രോളിങ്, അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ്, ബാക്ക് എൻഡ്, ഡയറ്റീഷ്യൻസ്, കസ്റ്റമർ റിലേഷൻസ്, എവറിഥിങ് ഈസ് ഹാൻഡിൽഡ് ബൈ യു? എവറിഥിങ്. അവർ ഇൻവെസ്റ്റർ മാത്രമാണ്? ലിറ്ററലി ഇൻവെസ്റ്റർ. അവർ റവന്യൂ ഷെയറിങ് എങ്ങനെയാണ്? നമ്മൾ ROE വരെ ഒരു സ്റ്റേജും ROEക്ക് ശേഷം ഒരു സ്റ്റേജ്. മുടക്കുമുതൽ കിട്ടുന്നവർ എത്ര ശതമാനം കൊടുക്കും? 70% ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് അവർക്കുള്ളതാണ്, 30 നിങ്ങൾ എടുക്കുള്ളൂ. പിന്നീട് 49 അവർക്കുള്ളത്, 51 ലോഞ്ച് ഫിറ്റ്. പക്ഷെ എന്നിരുന്നാലും ആ ഫ്രാഞ്ചൈസി അവരുടെ പേരിലാണ്? അവരുടെ പേരിലാണ്. കംപ്ലീറ്റ് ഓണർഷിപ്പ് അവരുടെ. അത് വെച്ചാൽ അവർക്ക് എപ്പോഴെങ്കിലും ഇതിന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ മറിച്ച് വെക്കാം. കറക്റ്റ്. ആ കാശ് തിരിച്ചു കിട്ടുകയും ചെയ്യും. അത് ചിലപ്പോൾ നമ്മുടെ കമ്പനി ഗ്രോത്ത് ആസ്പെക്റ്റിൽ ചിലപ്പോൾ അവർക്ക് അത് മൾട്ടിപ്പിൾസ് ആവാം, ബിക്കോസ് ഓഫ് ദ വാല്യൂ ഇൻക്രീസസ് ഓഫ് ദ കമ്പനി, ബിക്കോസ് ഇറ്റ് വർക്ക്സ് ഓൺ ദ ലോഞ്ച് ഫിറ്റ് ബ്രാൻഡ്.
സോ ദറ്റ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മൾട്ടിപ്ലൈഡ്. കാരണം എന്താ വെച്ചാൽ വി ആർ ആക്ച്വലി ഫോക്കസ്ഡ് ഓൺ ബിൽഡിങ് എ ടെക്നോളജി കമ്പനി. സോ വി ആർ ആക്ച്വലി ബിൽഡിങ് എ ടെക്നോളജി എക്കോസിസ്റ്റം ഫോർ ദ ക്ലയൻറ്റ്സ് ആൻഡ് ഫോർ ദ ടീം ടു വർക്ക് എഫിഷ്യൻ്റ്ലി. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രാഞ്ചൈസികൾ ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഓപ്ഷനാണ്, അതായത് ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും നമ്മൾ അപ്രോച്ച് നമ്മളത് നമുക്കതിന് എന്താ വെച്ചാൽ നമ്മുടെ ഒരു കൈൻഡ് ഓഫ് റിക്വയർമെൻ്റ് ആസ്പെക്റ്റിൽ ഓക്കെ ആവുന്ന ഏത് ഞാൻ ഫ്രാഞ്ചൈസി. ശ്രദ്ധിച്ചത് നിങ്ങളുടെ ഒരു സിസ്റ്റം റൺ കമ്പനിയാണ്. അതെ, കറക്റ്റ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം പ്രോസസ്സസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ ഒരു ഹെഡ് ഉണ്ട്, മാർക്കറ്റിങ്ങിന് ഹെഡ് ഉണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, HR ഉണ്ട്, അക്കാദമി ഹെഡ് ഉണ്ട് ഫോർ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് ട്രെയിനേഴ്സ്, ക്വാളിറ്റി മെയിൻ്റനൻസിന്, എക്സ്പീരിയൻസ് ക്വാളിറ്റി മെയിൻ്റനൻസിന് ഹാപ്പിനെസ് കോർഡിനേറ്റർ ഉണ്ട്. സോ എല്ലാത്തിനും ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. വി ഹാവ് എക്സിക്യൂഷൻ ലീഡ് ഓൾസോ ഫോർ ന്യൂ സ്റ്റുഡിയോ എക്സിക്യൂഷൻ. സോ എല്ലാം ടെക്നോളജിയാണ്, ഇൻറ്റിഗ്രേറ്റഡ് ആണ്. ഞാൻ ബുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് പാഡിൽ അവർ നോട്ട് ചെയ്യുന്നു, എനിക്ക് റിമൈൻഡർ തലേദിവസം വരുന്നുണ്ട്, അന്ന് കാലത്തൊരു കോൾ പേഴ്സണലി വരുന്നുണ്ട്, സാർ ഇന്ന് 5:30 എത്തുമല്ലോ. അങ്ങനെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള സിസ്റ്റം നമുക്കുണ്ട്. നമ്മുടെ ഒരു ഓഡിയൻസ് ഇസ് ബേസിക്കലി ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കൊരു കോൺസ്റ്റൻ്റ് ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ ദേ വാണ്ട് ടു ഡു ഇറ്റ്. സോ ആ കെയർ നമ്മുടെ സൈഡിൽ നിന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ കോർ പോളിസിയാണ്. ആ ഒരു കൺവീനിയൻസ് ആൻഡ് കെയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലോഞ്ച്ഫിറ്റ് ഇസ് ബിൽഡ് ഓൺ ദാറ്റ്. സോ അത് നമ്മൾ എൻഷുർ ചെയ്യാറുണ്ട്. അത് ടെക്നോളജിയിലേക്ക് വരുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നിതിൻ്റെ അവിടെ ഞാൻ ഇടയ്ക്ക് ചെല്ലുന്ന സമയത്ത് നമുക്കൊരു പ്രൈവസി ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് മുന്നേ പോകുന്നവരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല പ്രീമിയം ആയിട്ടുള്ള കൊച്ചിയിലുള്ള നല്ല എനിക്ക് തന്നെ പരിചയമുള്ള പല ആൾക്കാർ അവിടെ വെച്ച് കണ്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഡോക്ടേഴ്സൊക്കെ നിങ്ങളുടെ ക്ലയൻസ് ആയിട്ടുണ്ടോ? നമ്മുടെ ഡോക്ടേഴ്സ് ഒരു ക്ലിനിക്കിൽ നിന്ന് മറ്റേ ക്ലിനിക്കിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ വർക്കൗട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് പോകുന്ന ക്ലയൻസ് ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ ലോഞ്ച് ഫിറ്റിൽ പോയി നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ എന്ന് പറഞ്ഞു വിടുന്ന ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് വിടുന്ന ക്ലയൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അവരുടെ പേഷ്യൻസ്. ഇപ്പോൾ നമുക്ക് കാലിക്കറ്റ് ഒരു സ്ട്രോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വന്നുള്ള ക്ലയൻസ് വന്നിട്ടുണ്ട്, ഹാർട്ട് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ക്ലയൻസ്. അപ്പം അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ വി ഫീൽ മോർ എംപവേർഡ്. അതായത് കാരണം ഡോക്ടേഴ്സിന് അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളത് കൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ റെഫർ ചെയ്യുന്നത്. അതെ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക്കലി ഡോക്ടറോട് ചോദിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾക്ക് ക്ലയൻസിനെ റെഫർ ചെയ്യുമ്പോൾ വി ആർ ബൗണ്ട് ടു ഗിവ് ദം ദാറ്റ് വാല്യൂ ബാക്ക്. ലോഞ്ച് ഫിറ്റിൻ്റെയും ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു ഗ്ലോബൽ ബ്രാൻഡ് ആവണം തന്നെയാണ് ആഗ്രഹം. അതിലേക്കുള്ള വർക്കാണ് ഞാൻ ഇപ്പോൾ ബേസിക്കലി ചെയ്യുന്നത്. ബിസിനസ് ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിൽ എങ്ങനെ സ്കെയിൽ ചെയ്യാം, എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് സ്കെയിൽ ചെയ്യാമെന്നുള്ള ആസ്പെക്റ്റിലാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വർഷം 2026 എൻഡ് ആകുമ്പോഴേക്കും 20 സ്റ്റുഡിയോസ് ചെയ്യാനാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. വെരി ഗുഡ്. 20 സ്റ്റുഡിയോസ് ഇന്ത്യയിൽ? അതെ. 2030 ആകുമ്പോഴേക്കും 100 സ്റ്റുഡിയോസ്. അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ ബ്രാൻഡ്. മിഡിൽ ഈസ്റ്റ് GCC നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ഹാഫ് GCCയിലേക്ക് വരണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അതിൽ നമുക്കത് ചെയ്യുമ്പോൾ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബാക്കിങ്ങോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ക്ലയൻസ് വിൽ ഓൾസോ ഹാവ് ദാറ്റ് ട്രസ്റ്റ് ഓൺ ദ ബ്രാൻഡ്, സോ ദാറ്റ് വി ഫീൽ വാല്യൂഡ് ദെയർ. ലോഞ്ച് ഫിറ്റിൽ ഒരു മെഷീനും കാറിലെടുത്തുകൊണ്ട് 500 രൂപ ആദ്യ വരുമാനം നേടിയ, അതും വിദേശത്തൊക്കെ പോയി പഠിച്ച ഒരാളാണ്. ഇത് വളരും ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹെൽത്ത് ബ്രാൻഡ് ആവുന്നുള്ള കാര്യം 101% ഉറപ്പാണ്. താങ്ക് യു സോ മച്ച്. ഇത് സാറിൻ്റെ ഞാൻ സാറിനോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ ഒരുപാട് വീഡിയോസും എനിക്ക് ഇൻസ്പയർ ആയിട്ടുണ്ട് ടു ബിൽഡ് എ ബിസിനസ് ജേർണി, സോ ദാറ്റ് ഇറ്റ് ഈസ് പ്രൗഡ് ആൻഡ് ആബ്സല്യൂട്ട്ലി ഹോണേർഡ് ടു ബി ഹിയർ. താങ്ക് യു ഫോർ സോ മച്ച്. നിങ്ങൾ കേട്ടു നിതിൻ എന്ന ഈ യുവ സംരംഭകൻ്റെ കഥ. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ സംരംഭം. എല്ലാ സ്പാർക്ക് ഇൻ്റർവ്യൂവിലും ഞാൻ പറയാറുള്ള ഡയലോഗാണ്. അതിൻ്റെ സാക്ഷ്യപത്രമാണ് നിതിനും ലോഞ്ച് ഫിറ്റും. ആ പ്രോബ്ലത്തിൽ തന്നെ ഇത് ആരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കസ്റ്റമേഴ്സുണ്ട്. നമുക്ക് വളരെ ലോ പ്രൈസ് ആയിട്ട് നോക്കുന്നവരുണ്ട്, ഒരു മീഡിയം ആയിട്ട് നോക്കുന്നവരുണ്ട്. എന്നാൽ സമയത്തിന് വില കൊടുക്കുന്ന, അതിന് എത്ര പണം ചിലവാക്കാൻ, അത് പൊതുവേ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളയുമെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ സമയത്തിന് വിലയുള്ളവർക്ക് തീർച്ചയായും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റ് ആയതുകൊണ്ടല്ല, എൻ്റെ ക്ലയൻ്റ് അദ്ദേഹം ആയതുകൊണ്ട് തന്നെയല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം തീർച്ചയായും ഒരു തവണയെങ്കിലും പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ട്രയൽ വേർഷൻ എടുക്കണം എന്ന് തന്നെ ഞാൻ പറയും. ഞാനും സംശയത്തോടു കൂടി കണ്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ,
അത് ഒരു 20 മിനിറ്റ് എൻ്റെയും ഭാര്യയും ഞങ്ങൾ തീരുമാനമെടുത്തു ഇത് എല്ലാ ആഴ്ചയും വരണം. അത് ഇതുവരെ മുടക്കിയിട്ടില്ല. അത് കൃത്യമായി തന്നെ പോകാനും അതിൻ്റെ ഫലം യൂസ് ചെയ്ത ഒരാളുമാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത്. നമ്മൾ ആ ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്റ്റാമിന വീണ്ടെടുക്കാനും നമ്മൾ കണ്ട ആ ആരോഗ്യം തിരിച്ചെടുക്കാനും ഒക്കെ സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു 3 മാസം കൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായും നമ്മളൊക്കെ ആരോഗ്യം നശിപ്പിച്ചിട്ട് തിരിച്ചു പിടിക്കാൻ നടക്കുന്ന തലമുറയാണ്. അങ്ങനെയല്ല വേണ്ടത്. ആരോഗ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ എന്തിനാണ് നമ്മൾ പൈസ ചിലവാക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ആ പണം അതിനേക്കാളൊക്കെ എത്രയോ കുറവാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്. സമയമില്ല എന്നൊരു തോന്നലുണ്ട്. നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രൈവസിയോടുകൂടി നല്ല പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഹെൽത്തും വെൽത്തും പാരാമീറ്റേഴ്സ് റെക്കോർഡ് ചെയ്ത് അത് ചെക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ലോഞ്ച് ഫിറ്റ് നമുക്ക് നല്ലൊരു ആരോഗ്യ കേന്ദ്രം തന്നെയാണ്. അതൊരു ആസ്പെക്റ്റ് ആണെങ്കിൽ ബിസിനസ് ആസ്പെക്റ്റിൽ നമ്മൾ പഠിക്കേണ്ടത് ഈ ചെറുപ്പക്കാരൻ്റെ വിഷൻ തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും ഒരു നല്ല കാര്യം കണ്ടാൽ അത് സമൂഹത്തിന് ഉപയോഗപ്പെടുമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അവിടെ തന്നെ തുടങ്ങാമായിരുന്നു. അതല്ല ചെയ്തത്. ഇവിടെ വന്ന് ആ ടെക്നോളജി നമ്മുടെ നാട്ടിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതും നമുക്കുള്ളതെല്ലാം കൂടി സ്ഥലമൊക്കെ പണയം വെച്ച് ലോൺ എടുത്താണ് അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ ഇന്ന് അത് മാത്രമല്ല, അദ്ദേഹം കൈമാടി വിളിക്കുകയാണ് ഫ്രാഞ്ചൈസികളെ. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ചുരുങ്ങിയ ചെലവിൽ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ഈവൻ ആവും എന്ന് അദ്ദേഹം സാക്ഷ്യപത്രം പറയുന്നു. അതിൻ്റെ വരുംവരായ്മകൾ പഠിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു ഫ്രാഞ്ചൈസി ആവാനുള്ള ഓപ്ഷനുണ്ട്. എനിക്ക് ഉറപ്പാണ് ലോഞ്ച് ഫിറ്റ് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ബ്രാൻഡാവുന്നു. കാരണം അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാഷൻ ഞാൻ കാണുന്നുണ്ട്. നമുക്കിത്തരം സംരംഭങ്ങളും സംരംഭകരും ഒക്കെ നാട്ടിലുണ്ടാവട്ടെ. സമൂഹത്തിലൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനുമായി ഇനിയും ചെറുപ്പക്കാർ വരട്ടെ. ഇനിയും നിരവധി പേര് ഈ ഹോട്ട് സീറ്റിലിരുത്തി ഇതുപോലുള്ള സ്പാർക്കുള്ള കഥ പറയാനാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്കൾ ഞാൻ ആദ്യ ദിവസം തന്നെ താങ്കൾ എന്നോട് പറയുമ്പോൾ സ്പാർക്കിൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ മനസ്സിലുണ്ടായില്ല. പക്ഷേ ഞാൻ ആ 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങേറെ ഞാൻ സ്പാർക്കിൽ കൊണ്ടുവന്ന് ഇരുത്തേണ്ടി വരും എന്ന് പറഞ്ഞത് അനർത്ഥമായി. അധികം സമയമൊന്നും എടുത്തില്ല, 3 മാസം കൊണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും താങ്കളെ ഇനിയും സമയം എടുത്ത് എന്നെ വിളിക്കാനായിട്ട്. എനിക്ക് ഉറപ്പാണ് ഇത് വളരുമെന്നും ഞാനും ലോഞ്ച് ഫിറ്റിൻ്റെ ഓരോരുത്തുണ്ട് എൻ്റെ ആരോഗ്യം പരിപാലിക്കാനും നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വളർച്ച കാണാനും. ഞാൻ താങ്കളുടെ കോച്ച് എന്ന് പറഞ്ഞ പോലെ താങ്കൾ എൻ്റെ കോച്ചുമാണ്. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു.